ഹലോ, നമുക്ക് ഇന്ന് ഇതുപോലെ സിമ്പിളായിട്ടൊരു ഹാൻഡിൽ ഡിസൈൻ ചെയ്തെടുത്താലോ. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ നോർമൽ സ്ലീവിൻ്റെ കൂടെ തന്നെ പടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതിലാണ് നമ്മൾ ആ ഡിസൈൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഹാഫായിട്ട് വെച്ച ശേഷം കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ സ്ലീവിൻ്റെ ഉൾവശത്താണ് നമ്മൾ ഈ ഒരു പടി നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കറക്റ്റ് ആ ഒരു സ്പേസ് നോക്കിയിട്ട് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പം ഒരു 1/4 ഇഞ്ച് വീട്ടിലാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. ഒരു 1-2 തവണ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ടൈറ്റാക്കി വെക്കുക. കാരണം നമ്മൾ മറിച്ചിടുന്നതാണ്. അപ്പം മറിച്ചിടാനായിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ സീം എലമെൻറ്റ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത ശേഷം ആ ഒരു പോർഷൻ്റെ ഉള്ളിലേക്ക് കൂടി നമ്മൾ ആ ഒരു പടീനെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കാരണം അത് നല്ല വൃത്തിക്ക് പെർഫെക്റ്റോട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ എഡ്ജസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്റ്റിച്ചിങ് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഫൈനലി വരുന്നത്. സ്ലീവും കാര്യങ്ങളെല്ലാം ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നമുക്ക് സ്ലീവിൽ മാത്രമല്ല, നമ്മൾ നെക്കിൽ ബാക്ക് നെക്കായാലും ഫ്രണ്ട് നെക്കായാലും നെക്ക് ഹോളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. സ്ലീവിൽ ചെയ്യുമ്പം എൽബോൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് മടക്കുമ്പോഴൊക്കെ നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ.